ഇത് കേട്ട് നിർമ്മാതാവിൻ്റെ കണ്ണ് ഒന്നുകൂടെ തള്ളുന്നു. താൻ ഇത്രയും കാലമായിട്ട് എന്താണ് ഒരു സിനിമ നിർമ്മിക്കാതിരുന്നത് എന്ന് ആലോചിച്ച് അയാൾ സ്വയം പശ്ചാത്തപിക്കുകയാണ്. ഇനിയാണ് മാഫിയ സംഘത്തിൻ്റെ പരിപാടി തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ നിർമ്മാതാവിൻ്റെ ഈ 5 ലക്ഷം ഉണ്ടല്ലോ, അതാദ്യം തന്നെ അഡ്വാൻസ് എന്നുള്ള ഓമന പേരിൽ ഈ മാഫിയ സംഘം അങ്ങോട്ട് വീതിച്ചെടുക്കുന്നു. പിന്നെ റെക്കോർഡിംഗാണ്. ആ റെക്കോർഡിങ്ങിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നു. ആ സമയത്താണ് കേസറ്റുകാരൻ റെക്കോർഡിങ്ങിനുള്ള ചിലവും ലാഭവും ഒക്കെ ആയിട്ട് വലിയൊരു തുകയായിട്ട് വരേണ്ടത്. പക്ഷേ റെക്കോർഡിങ്ങിന് അയാൾ വരുന്നില്ല. അപ്പോൾ മാഫിയ സംഘം നിർമ്മാതാവിനോട് പറയും, നിർമ്മാതാവേ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാട്ടുകൾ ചുരുങ്ങിയ വിലയ്ക്ക് തട്ടിയെടുക്കാൻ ചില കേസറ്റുകാർ ശ്രമിക്കുകയാണ്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. നമ്മുടെ പാട്ടുകൾ എന്തായാലും ഹിറ്റാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ അതാദ്യം റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് കേൾക്കട്ടെ ആളുകൾ. അപ്പോൾ വൻ തുകക്ക് എടുക്കാൻ ആളുകൾ വരും. അതുകൊണ്ട് തൽക്കാലം ഒരു 4 ലക്ഷം രൂപ കൂടി താങ്കൾ മുടക്കുകയാണെങ്കിൽ റെക്കോർഡിങ് നമുക്ക് ഗംഭീരമാക്കാം. അങ്ങനെ കാസറ്റുകാരൻ നമ്മുടെ പാട്ടുകൾ ചുളുവിലക്ക് തട്ടിയെടുക്കേണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിർമ്മാതാവ് 4 ലക്ഷം രൂപ കൂടി മുടക്കുന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് ഡേറ്റ് തീരുമാനിക്കലാണ്. ഷൂട്ടിംഗ് ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ വിതരണക്കാരൻ 50 ലക്ഷം രൂപയായിട്ട് വരേണ്ട സമയം. പക്ഷേ ഈ സംവിധായകൻ നേരത്തെയുള്ള പടങ്ങളൊക്കെ പൊളിഞ്ഞത് വിതരണക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് ആരും വരുന്നില്ല. അപ്പോൾ മാഫിയ സംഘം പറയും, നിർമ്മാതാവേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങിയാൽ വിതരണക്കാരൻ ഞാനോ നീയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാഞ്ഞു വരും. അപ്പോഴേ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഷൂട്ടിംഗ് ആദ്യം ഇങ്ങോട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ അതിനൊരു 5 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയില്ലെങ്കിൽ നമ്മളിപ്പോൾ താരങ്ങൾക്കൊക്കെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണല്ലോ. നമ്മൾ ഡേറ്റ് മാറിയാൽ അവർക്കൊക്കെ വീണ്ടും അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിർമ്മാതാവ് വീണ്ടും പ്രശ്നത്തിലാവുന്നു. അതുമുതൽ നിർമ്മാതാവിൻ്റെ മനസ്സിൽ ചെറിയൊരു തീ ആളിക്കത്താൻ തുടങ്ങുന്നു.